ദിവസങ്ങൾ കടന്നുപോയി. കാർത്തി പിന്നെ ആ ഫോട്ടോസിനെ പറ്റി അനഘയോടൊന്നും ചോദിക്കാൻ നിന്നില്ല. എങ്കിലും അവൻ്റെ ഉള്ളിൽ അതൊരു കരടായി നിലനിന്നു. കാർത്തിയുടെ പ്ലാസ്റ്റർ അഴിച്ച ശേഷം കമ്പനിയിലേക്ക് പോവാൻ തുടങ്ങി. വിശ്വൻ 2 ദിവസത്തിനകം എത്തുമെന്നാണ് അറിയിച്ചത്. ഒരു ദിവസം കാർത്തി കമ്പനിയിലേക്ക് പോയ ശേഷം അനഘ റൂമിൽ ഡ്രസ്സ് എടുത്ത് വെക്കുമായിരുന്നു. മാലിനിയും വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോഴാണ് നിത്യ അങ്ങോട്ടേക്ക് വന്നത്. ഏടത്തി, എന്താ നിത്യ? ഏടത്തി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ നിത്യ കാര്യം? നീ പറ. ഏടത്തി, എന്നെ സഹായിക്കണം. ഏടത്തിക്ക് മാത്രമേ എന്നെ ഇപ്പോൾ സഹായിക്കാൻ പറ്റൂ. നിത്യ പെട്ടെന്ന് അനഘയുടെ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞു. എന്താ നിത്യ, നീ കരയാതെ കാര്യം പറ. ഏടത്തി, അത് ആ വംശി എന്നെ വിളിച്ചിരുന്നു. അവൻ്റെ കയ്യിൽ എൻ്റെ ഫോട്ടോസ് ഉണ്ട്. അവൻ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ ആ ഫോട്ടോസ് എല്ലാം ഇൻ്റർനെറ്റിൽ നിന്ന് പറഞ്ഞ് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുക. നിത്യ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവനെന്താ നിന്നോട് ആവശ്യപ്പെട്ടത്? നമ്മുടെ പുതിയ പ്രൊജക്റ്റിൻ്റെ എല്ലാ ഡോക്യുമെൻസും അടങ്ങിയ ഫയൽ അവന് കൊടുക്കാൻ. അത് കണ്ണേട്ടൻ്റെ ഡ്രീം പ്രൊജക്റ്റ് അല്ലേ? ആ പ്രൊജക്റ്റിൻ്റെ ഫയൽ എന്തിനാ അവന്? ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഞാൻ കണ്ണേട്ടനെ വിളിച്ച് പറയട്ടെ. അനഘ ഫോണെടുത്ത് കാർത്തിയെ വിളിക്കാനൊരുങ്ങി. ഏട്ടത്തി പ്ലീസ്, ഏട്ടനോട് പറയല്ലേ. ഏട്ടനറിഞ്ഞ കൊന്നു കളയുമെന്നെ. നീ എന്താ നിത്യ പറയുന്നത്? കണ്ണേട്ടൻ എന്തായാലും ഇത് അറിയിക്കണം. ഏട്ടത്തി പ്ലീസ്, ഞാൻ കാലു പിടിക്കാം. ഏട്ടനോട് പറയല്ലേ. പിന്നെ എന്ത് ചെയ്യാനാ നിത്യ നീ പറയുന്നത്? അവൻ ചോദിക്കുന്ന ഫയൽ കൊടുത്തൂടെ? നിത്യ, നിനക്കറിഞ്ഞൂടെ കണ്ണേട്ടൻ്റെ എത്ര വലിയ ആഗ്രഹം ആ പ്രൊജക്റ്റ് എന്ന്? എന്തുമാത്രം ആ മനുഷ്യൻ അതിനു വേണ്ടി കഷ്ടപ്പെട്ടു എന്ന്? എല്ലാം ഒന്ന് ഓക്കെ ആയതാണ് ഈ അടുത്ത. ആ അധ്വാനം നീ വംശിക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പോകുന്നത്. ഞാൻ ഒരിക്കലും ഇതിന് കൂട്ടു നിൽക്കില്ല. മാത്രമല്ല, എനിക്കിത് കണ്ണേട്ടനെ അറിയിച്ചേ മതിയാവൂ. എല്ലാവർക്കും സ്വന്തം കാര്യം മതി അല്ലേ? അപ്പം ഞാനോ? എൻ്റെ ജീവിതമോ? നീ എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? കണ്ണേട്ടനോട് പറഞ്ഞെന്ന് കരുതി എന്താ? എല്ലാ പ്രശ്നവും കണ്ണേട്ടൻ സോൾവ് ചെയ്യും. നീ പേടിക്കണ്ട. ആരും ഒന്നും ചെയ്യണ്ട. ഞാൻ ജീവനോടെ ഉണ്ടെങ്കിലല്ലേ പ്രശ്നം. ഞാനങ്ങ് മരിച്ചു കഴിഞ്ഞാൽ തീരുമല്ലോ എല്ലാം. നിത്യ ദേഷ്യത്തിൽ പറഞ്ഞ് അവളുടെ റൂമിൽ നിന്ന് വാതിലടച്ചു. നിത്യ മോളെ, നീ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അനഘ പുറകെ ഓടി നിത്യയുടെ വാതിൽ മുട്ടി വിളിച്ചു. വേണ്ട ഏട്ടത്തി, എനിക്കിനി ജീവിക്കേണ്ട. എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ട് ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതാ. നിത്യ മോളെ വേണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നീ അബദ്ധമൊന്നും കാണിക്കല്ലേ. ഏട്ടത്തിക്ക് എന്ത് ചെയ്യാനാവും? ആ ഫയൽ കൊടുത്താൽ എല്ലാ പ്രശ്നവും അവസാനിക്കും. പക്ഷെ ഏട്ടത്തി അത് ചെയ്യില്ലല്ലോ. ഏട്ടത്തിക്ക് കണ്ണേട്ടൻ മാത്രമല്ലേ വലുത്? ഞാൻ ആരാ? അങ്ങനെയൊന്നും അല്ല മോളെ. നീ എനിക്കെൻ്റെ സ്വന്തം അനിയത്തി തന്നെയാണ്. അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്നാ ഈ അനിയത്തിയെ രക്ഷിച്ചൂടെ? മോളെ, അത് ഞാൻ എങ്ങനെയാ? അനഘ നിസ്സഹായതയോടെ ചോദിച്ചു. വേണ്ട ഏട്ടത്തി, ഏട്ടത്തിക്ക് അതിന് പറ്റില്ല. സാരല്ല, ഞാൻ മരിച്ച എല്ലാം തീരുമെങ്കിൽ അതാ നല്ലത്. കുറച്ചു നേരത്തേക്ക് നിത്യയുടെ ശബ്ദമൊന്നും കേട്ടില്ല. അനഘ ആകെ പേടിച്ചു. ഡോറിന് തുടരെ മുട്ടിക്കൊണ്ടിരുന്നെങ്കിലും അവളൊരു മറുപടിയും കൊടുത്തില്ല. മോളെ നിത്യ പ്ലീസ്, ഏട്ടത്തി പറയുന്നൊന്ന് കേൾക്ക്. ശരി, ഞാൻ ആ ഫയൽ കൊടുത്ത പ്രശ്നം തീരുമെങ്കിൽ ഞാനത് കൊടുത്തോളാം. പ്ലീസ് നിത്യ, വാതിൽ തുറക്ക്. നിത്യ ഒരു മറുപടിയും കൊടുത്തില്ല. അനഘയ്ക്ക് വെപ്രാളമായി. നിത്യ? അനഘ ഉറക്കെ നിത്യയെ വിളിച്ചു. കുറച്ച് സമയത്തിനു ശേഷം ഡോറ് തുറന്ന് നിത്യ പുറത്തേക്ക് വന്നു. അവളുടെ മുഖമാകെ കരഞ്ഞു വീർത്ത് കണ്ണെല്ലാം ചുവന്നിരുന്നു. അനഘ റൂമിലേക്ക് നോക്കിയപ്പോൾ റൂമിലെ ഫാനിൽ ഷോള് കൊണ്ട് കുരുക്കും അതിനിലെ ചെയറും കണ്ടു. മോളെ, ഏടത്തി പേടിച്ചു പോയടി. ഒരു നിമിഷത്തെ പകപ്പിന് ശേഷം അനഘ നിത്യയെ പുണർന്നുകൊണ്ട് പറഞ്ഞു. അവളുടെ ശബ്ദം ഇടറിയിരുന്നു. എന്നെ സഹായിക്കുമോ ഏടത്തി? നിത്യ ദയനീയമായി അനഘയോട് ചോദിച്ചു. അനഘ നിത്യയുടെ തലയിലൊന്ന് തലോടിക്കൊണ്ട് മൂളി. ഒരുപാട് നന്ദിയുണ്ട് എന്നെ സഹായിക്കാൻ തോന്നിയ ഈ മനസ്സിന്. നിത്യ അനഘയുടെ കാൽക്കൽ വീണു പറഞ്ഞു. ഏയ്, എന്താ മോളെ ഇത്? എണീറ്റേ. അനഘ നിത്യയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എപ്പോഴാ ഫയൽ കൊണ്ട് ചെല്ലാൻ പറഞ്ഞത്? എത്രയും പെട്ടെന്നെന്നാ പറഞ്ഞത്. എങ്ങോട്ട്? ബീച്ചിലേക്ക്, അന്ന് കണ്ടെടുത്ത് തന്നെ. അനഘ നേരെ കാർത്തിയുടെ ഓഫീസ് റൂമിലേക്ക് ചെന്നു. അവിടെയുള്ള ഷെൽഫിൽ നിന്ന് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഫയലുകളെല്ലാം വെക്കാറ്. അനഘ കാർത്തിക്കിൻ്റെ ടേബിളിൽ അധികം ആരും ശ്രദ്ധിക്കാത്തൊരു ചെറിയ അറയിൽ നിന്നും ഷെൽഫിൻ്റെ താക്കോലെടുത്ത് തുറന്നു. ഷെൽഫിൽ നിന്നും ആ ഫയൽ എടുക്കുമ്പോൾ അനഘയുടെ കൈ വല്ലാതെ വിറച്ചിരുന്നു. അവൾ ആ ഫയലെടുത്ത് ഷെൽഫടച്ച് താക്കോൽ വെച്ച് പുറത്തേക്കിറങ്ങി. പുറത്തു നിത്യ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കണ്ണേട്ടനോട് ഞാൻ ചെയ്യുന്ന ക്രൂരതയായത്. ഏട്ടത്തി, ഞാൻ കാരണം. സാരമില്ല, നിന്റെ ജീവിതം ഇതുകൊണ്ട് സേഫ് ആവുമെന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ ഞാൻ ചെയ്തോളാം. എനിക്കുറപ്പുണ്ട് ഏട്ടത്തി. നിത്യ പറഞ്ഞത് കേട്ട് അനഘ ഒന്ന് മൂളി റൂമിലേക്ക് പോയി. ഡ്രസ്സ് മാറ്റി അനഘ താഴെ ചെന്ന് നിത്യ ഹാളിൽ ഇരിപ്പുണ്ടായിരുന്നു. ഏട്ടത്തി എങ്ങനെ പോകും? ഞാൻ കൂടെ വരണോ? വേണ്ട മോളെ, ഞാൻ പൊക്കോളാം.
ഏട്ടത്തി ഇതൊന്നും ഒരിക്കലും കണ്ണേട്ടൻ അറിയരുത്. അറിഞ്ഞാ ഞാനായിട്ട് ഇതാരോടും പറയില്ല. അനഘ ഒന്ന് ചിരിച്ച് ഗേറ്റിനടുത്തേക്ക് നടന്നു. അനഘ ഒരു ഓട്ടോയിൽ കയറി പോയതും നിത്യയുടെ മുഖത്ത് അതുവരെ ഉണ്ടായിരുന്ന ഭാവം മാറി. ഷീ ഈസ് കമ്മിങ്. അവൾ ഫോണെടുത്ത് വംശിയുടെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിട്ട് തൻ്റെ ഉദ്ദേശം നടന്ന സംതൃപ്തിയോടെ ചിരിച്ച് സ്റ്റെയർ കയറി. അനഘ വന്ന് കുറേ കഴിഞ്ഞതിന് ശേഷമായിരുന്നു കാർത്തി എത്തിയത്. കാർത്തിയെ കാണേ എല്ലാം പറയാൻ അനഘയ്ക്കെല്ലാം പറയണമെന്നുണ്ടായിരുന്നുവെങ്കിലും ഇടയ്ക്കുള്ള നിത്യയുടെ ദയനീയമായ നോട്ടത്തിൽ അവൾ ആ ശ്രമം ഉപേക്ഷിച്ചു. ഭക്ഷണം കഴിച്ച് കാർത്തി മുകളിലേക്ക് പോയി. കുറച്ചു നേരം കഴിഞ്ഞതും കാർത്തി അനഘയെ വിളിച്ചു. ഈ വിളി പ്രതീക്ഷിച്ചതാണെങ്കിലും ഒരു വിറയൽ തൻ്റെ ശരീരത്തെ പൊതിയുന്നത് പോലെ അനഘയ്ക്ക് തോന്നി. അനഘ മുകളിലേക്ക് ചെന്ന് കാർത്തിയുടെ അടുത്തേക്ക് പോകാനൊരുങ്ങിയതും നിത്യ തടസ്സമായി വന്നു നിന്നു. ഏട്ടത്തി പ്ലീസ്, ഏട്ടൻ ചോദിച്ചാലൊന്ന് പറയരുത്. അനഘയുടെ കയ്യിൽ പിടിച്ച് കണ്ണ് നിറച്ച് നിത്യ പറഞ്ഞു. അനഘ അവളെ ഒന്ന് നോക്കി ചിരിച്ച് കയ്യിൽ ഒന്ന് തട്ടി കാർത്തിക്കടുത്തേക്ക് നടന്നു. കാർത്തി ഫയലിൻ്റെ കാര്യം ചോദിച്ചെങ്കിലും അനഘ അറിയില്ലെന്ന് പറഞ്ഞു. കാർത്തി ടെൻഷൻ അടിച്ച് തിരയുന്നത് കണ്ട് അനഘയ്ക്ക് നെഞ്ചു വിങ്ങി. ഫയലിൻ്റെ കാര്യം ആലോചിച്ച് 2 ദിവസമായി കാർത്തി ടെൻഷനിലായിരുന്നു. വിശ്വനെ പിക്ക് ചെയ്യാൻ എയർപോർട്ടിലേക്ക് പോയി കാർത്തി ഫയലിൻ്റെ വിശ്വനുമായി സംസാരിച്ചു. വിശ്വനെ വീട്ടിലിറക്കി കാർത്തി തിരിച്ച് കമ്പനിയിലേക്ക് പോയി. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായി നിത്യ വിളിക്കാൻ വേണ്ടി റൂമിലേക്ക് അനഘ ചെന്നു. ബാത്റൂമിൽ വെള്ളം വീഴുന്ന സൗണ്ട് കേട്ട് അനഘ തിരിച്ചു പോവാനൊരുങ്ങി. പെട്ടെന്ന് അനഘയുടെ നോട്ടം ടേബിളിലെ നിത്യയുടെ ബാഗിലിരുന്ന വസ്തുവിലേക്കായി. അവൾ അതിനടുത്തേക്ക് ചെന്ന് അത് കയ്യിലെടുത്തു. ബാത്റൂമിൽ നിന്ന് വെളിയിൽ വന്ന നിത്യ കാണുന്നത് തന്നെ രൂക്ഷമായി നോക്കുന്ന അനഘയെയാണ്. ഇതെന്താ നിത്യ? അനഘ കയ്യിലുള്ള ചെറിയ ബോട്ടിലും സിറിഞ്ചും കാണിച്ചു ചോദിച്ചു. നിത്യ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് അനഘ അതും കൊണ്ട് റൂമിന് പുറത്തേക്ക് നടന്നു. ഏട്ടത്തി വേണ്ട, അതിന് തന്നേക്ക്. നിത്യ വാതിൽ തടസ്സമായി വന്നു നിന്ന് പറഞ്ഞു. എന്നോട് ആജ്ഞാപിക്കാൻ മാത്രമായോ നീ? ആയി, അധികം മര്യാദയ്ക്ക് തന്നേക്ക്. മുന്നിൽ നിന്ന് മാറി നിത്യ. അനഘ നിത്യയുടെ കൈ തട്ടിമാറ്റി പോവാൻ നിന്നതും നിത്യ അവളുടെ കയ്യിലുള്ളത് വാങ്ങാൻ ശ്രമം നടത്തി. അനഘ നിത്യയെ തള്ളി മാറ്റി അവളുടെ മുഖത്ത് ആഞ്ഞടിച്ചു. അടിയുടെ ശക്തിയിൽ നിത്യ ബെഡിലേക്ക് വീണു. ആ സമയം അനഘ പുറത്തിറങ്ങിയ റൂം പുറമേ നിന്ന് പൂട്ടി. അനഘ നേരെ പോയത് വിശ്വന്റെ അടുത്തേക്കാണ്. അനഘ വിശ്വനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എല്ലാം കേട്ട വിശ്വൻ ദേഷ്യത്തോടെ നിത്യയുടെ അടുത്തേക്ക് ചെന്നു. റൂം തുറന്ന ഉടനെ വിശ്വൻ നിത്യയുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് കവളിൽ ആഞ്ഞടിച്ചു. എന്താടി ഇതൊക്കെ? വിശ്വൻ നിത്യയുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് ചോദിച്ചു. നിന്നോടാ ചോദിച്ചത്, ഈ കേട്ടതൊക്കെ എന്താണെന്ന്. നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? അതെ, ഇതൊക്കെ സത്യമാ. ഞാൻ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഇനിയും ചെയ്യും. എൻ്റെ കാര്യത്തിൽ ഇടപെടൊന്നും വേണ്ട. വിശ്വനോട് പറഞ്ഞ് നിത്യ താഴോട്ട് പോവാൻ സ്റ്റെയറിനടുത്തേക്ക് നടന്നു. പിന്നാലെ വിശ്വനും അനഘയും. ഡി, എന്നെ കടന്ന് നീ ഒന്ന് പോകുന്നത് കാണട്ടെ. വിശ്വൻ നിത്യയെ സ്റ്റെയറിന് മുന്നിൽ തടഞ്ഞു നിർത്തി. മാറി നിൽക്ക്, എനിക്ക് പോകണം എന്ന് പറഞ്ഞ് നിത്യ വിശ്വനെ സ്റ്റെയറിൽ നിന്നും താഴേക്ക് തള്ളി. വിശ്വൻ സ്റ്റെയറിലുണ്ടായിരുന്ന കല്ലിന് ശില്പത്തിൽ തലയടിച്ച് താഴേക്ക് വീണു. വിശ്വൻ വന്ന് വീണത് കമ്പനിയിൽ നിന്നും വന്ന് കാർത്തിക്കിന് മുന്നിലേക്കും. അച്ഛാ! ഒരു നിമിഷത്തെ പകപ്പിന് ശേഷം കാർത്തി വിശ്വനടുത്തേക്ക് പാഞ്ഞു ചെന്ന് മുട്ടുകുത്തിയിരുന്നു. അവള് എന്നെ... വിശ്വൻ തൻ്റെ കൈവിരൽ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കിയ കാർത്തി അവിടെ അനഘയെ കണ്ട് തരിച്ചു നിന്നു.